അപ്പം ഇന്ന് നമുക്ക് എടുക്കാവുന്ന ഏതൊരു സാധാരണക്കാരനും അവൻ്റെ ലൈഫ് ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ് മാതൃകയാണ്, ബിസിനസ് മോഡലാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഡയറക്റ്റ് സെല്ലിംഗ് അറിയാമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഡയറക്റ്റ് സെല്ലിംഗ് അറിയാം. പക്ഷേ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് വെച്ചാൽ കണ്ണുപൊട്ടൻ ആനയെ കണ്ട അവസ്ഥയാണ്. അതിൻ്റെ യഥാർത്ഥ അന്തസ്ഥത പലർക്കും ഇപ്പോഴും ബോധ്യമായിട്ടില്ല. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് നമുക്കൊന്ന് പഠിക്കാം. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ ആർസിമിലേക്ക് വരുന്നേ ഉള്ളൂ. ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവട രീതി എന്ന് മനസ്സിലാക്കണം. ബിസിനസ് നമ്മളൊക്കെ നമ്മളെ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശിൻ്റെ മോർ ദാൻ 80% ചിലവാക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കാനാണ്, അല്ലേ? നിത്യജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്കുള്ള ബില്ലുകൾ പോലുള്ള പല സേവനങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മളെന്താ എവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക? നമ്മളൊരു ഉപഭോക്താവാണ്, കസ്റ്റമറാണ്. ഒരു കസ്റ്റമർ, ഉപഭോക്താവാണ്. ഈ ഉപഭോക്താവായ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എവിടുന്നാണ് വാങ്ങിക്കുക? ഏത് വിലയ്ക്കാണ് വാങ്ങിക്കുക? MRPക്കാണ് വാങ്ങിക്കുക, അല്ലേ? MRPക്ക് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ് റീറ്റെയിൽ ഷോപ്പ്, ചില്ലറ വിൽപ്പനശാല. റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിക്കും. അതായത് നമ്മൾ കസ്റ്റമർ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിക്കും. ഈ റീറ്റെയിൽ ഷോപ്പ് ഉണ്ടാക്കുന്നതാണ് സാധനം അല്ല, എവിടെയോ ഒരു കമ്പനി ഉണ്ടാക്കുന്ന സാധനം ഈ റീറ്റെയിൽ ഷോപ്പിൽ എത്തണം. കമ്പനി എവിടെയോ ഉള്ളത് ഈ കമ്പനി ഉണ്ടാക്കുന്ന സാധനം ഈ റീറ്റെയിൽ ഷോപ്പിൽ എത്തണം. റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് കസ്റ്റമർ സാധനം വാങ്ങിക്കണം. ഈ റീറ്റെയിൽ ഷോപ്പിൽ എവിടെ നിന്ന് സാധനം വാങ്ങിക്കാം? നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാലോ, തൊട്ടടുത്തുള്ള അങ്ങാടിയിലെ ഹോൾസെയിൽ കടയിൽ നിന്നായിരിക്കും സാധനം വാങ്ങിക്കാം. ഹോൾസെയിൽ കടക്കാരന് അതിൻ്റെ മുകളിൽ സ്റ്റോക്കിസ്റ്റുകൾ ഉണ്ടാവും, സൂപ്പർ സ്റ്റോക്കിസ്റ്റുകൾ ഉണ്ടാവും, CNF ഏജൻസികൾ ഉണ്ടാവും. അതിൻ്റെയൊക്കെ മുകളിലായിരിക്കും കമ്പനി ഉണ്ടാവും. കമ്പനിയുടെ വലുപ്പം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചില കമ്പനി നേരിട്ട് ഹോൾസെയിലേക്ക് കൊടുക്കുന്ന കമ്പനിയുണ്ട്. CNFിനോട് വലിയ വലിയ കമ്പനീസ് ആണെങ്കിൽ ഒരുപാട് CNF ഉണ്ടാവും. ഒരു ട്രഡീഷണൽ ബിസിനസ് മോഡലാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ കച്ചവടക്കാരും ഈ ശൃംഖലയ്ക്കകത്തുള്ള ആൾക്കാരാണ്, മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്. ഇനി ഇത് മാത്രമായ കാര്യം നടക്കുമോ? കാര്യം നടക്കില്ല. എന്ത് വേണം? ഒരുപാട് സോപ്പ് മാർക്കറ്റുണ്ട്. ഏത് സോപ്പ് പോയി നമ്മൾ വാങ്ങിക്കുക? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും അധികം ഏത് സോപ്പിനെയാണോ പതിപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ വാങ്ങിക്കുക. അവിടെയല്ലേ കയ്യെത്തുക. നമുക്ക് നമ്മുടെ പതിച്ചിരിക്കുന്ന സോപ്പിൻ്റെ പേരുകളെന്ന് പറഞ്ഞ് നമുക്ക് അറിയാവുന്ന സോപ്പുകൾ ലക്സ്, PS, സന്തൂർ, ക്യൂട്ടീസ്, മെഡിമിക്സ്, ചന്ദ്രിക, അല്ലേ? ഇതൊക്കെ എവിടെ നിന്ന് അറിഞ്ഞു? നമ്മൾ ഈ പേരുകളൊക്കെ നമ്മൾ എവിടെ നിന്ന് അറിഞ്ഞു? പരസ്യം കണ്ടറിഞ്ഞു. അഡ്വർടൈസ്മെൻറ്റ്, പരസ്യക്കാർ. ഇപ്പോൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പരസ്യം, ഈ ആളുകൾ കൂടി ചേർന്നാൽ മാത്രമേ വിതരണം സാധ്യമുള്ളൂ. അതായത് കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കമ്പനിയുടെ ശൃംഖല വഴി റീറ്റെയിൽ ഷോപ്പ് വരെ എത്തും. റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് കസ്റ്റമർ വാങ്ങണമെങ്കിൽ കസ്റ്റമറെ പ്രോഡക്റ്റിനെ പറ്റി അവയർനെസ്, അറിവ് നൽകണം. അതിനാണ് പരസ്യങ്ങൾ. ദന്തുശികൾ ശുപാർശ ചെയ്ത നമ്പർ 1 ബ്രാൻഡ് എന്നുള്ള പരസ്യവാചകം നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നത്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നുണ്ട്. ബ്രാൻഡ് ഞാൻ പറയണ്ടല്ലോ. നമ്മൾ ഒരുപാട് ദന്തുശിനെ കണ്ടിട്ടുമുണ്ട്. ഏതെങ്കിലും ദന്തുശി ശുപാർശ ചെയ്തിട്ടുണ്ടോ? അറിയില്ല, സാധ്യത വളരെ കുറവാണ്. ഞാൻ പോയിട്ട് ശുപാർശ ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്? നമ്മുടെ ആ പരസ്യത്തിൻ്റെ സ്വാധീനമാണത്. അത്ര സ്വാധീനിക്കുന്നു. ഇന്ന് ഒരാൾ പറഞ്ഞു ആ ബ്രാൻഡേ ഉപയോഗിക്കുള്ളൂ എന്ന്. അതേ ഉപയോഗിക്കുള്ളൂ എന്ന്. എൻ്റെ ഇതൊക്കെ നമ്മുടെ പേസ്റ്റ് കാണിച്ചാൽ പേസ്റ്റ് വാങ്ങൂല, മൂപ്പര് അതേ ഉപയോഗിക്കുള്ളൂ എന്ന്. സ്വാധീനമാണ്. അല്ലാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിഞ്ഞിട്ടാണോ? അതിൻ്റെ കണ്ടന്റിനെ പഠിച്ചിട്ടാണോ? അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടാണോ? അല്ല, പരസ്യത്തിൻ്റെ സ്വാധീനമാണത്. പരസ്യം ബ്രാൻഡ് ചെയ്യാണ്, ബ്രാൻഡിങ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ കൂടി ചേർന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്, വിതരണ ശൃംഖല. ഇതിനകത്ത് ഏറ്റവും അവസാന കണ്ണിയാണ് കസ്റ്റമർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയും കസ്റ്റമറാണ്. കസ്റ്റമർ ഇല്ലെങ്കിൽ കച്ചവടം ഉണ്ടോ? പക്ഷേ യാതൊരു ബെനിഫിറ്റും ഇല്ലാത്തതും കസ്റ്റമർക്കാണ്. ഇനി ഇവിടെ നടക്കുന്ന മണി ഫ്ലോ, പണ കൈമാറ്റം ഒന്ന് പരിശോധിച്ചാൽ, നമ്മളൊരു 100 രൂപയ്ക്ക് ഒരു സാധനം ഈ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ കമ്പനിയെ സംബന്ധിച്ചോളം ആവറേജ് ഒരു 40 രൂപ മതി. ബാക്കി 60 രൂപയോടെ പോകുന്നു. ബാക്കി 60 രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് എക്സ്പെൻസ്, വിതരണ ചെലവ്. ഇന്ന് രാവിലെ അവളെ വീട്ടിൽ, എൻ്റെ മോനെ വൈഫിന് വീട്ടിൽ കൊണ്ടാക്കിയ സമയത്ത് അവിടെ ഒരു മൈസൂർ വാഴക്കൊല. അത് തിന്നാൽ തീരില്ല. ഞങ്ങളെല്ലാം കൂടി തിന്നാലും തീരൂല. 2-3 കൊലയുണ്ട്. അപ്പോൾ അച്ഛനത് കടയിൽ കൊടുക്കാൻ വേണ്ടി വെച്ചു. ഞാൻ എത്ര രൂപ ഏകദേശം ഉണ്ടാവും വില? ഒരു 20 റുപ്യ ഉണ്ടാവും, 15-20 റുപ്യ ഉണ്ടാവും ഒരു കിലോയ്ക്ക്, അല്ലേ? ഇത്ര ഉണ്ടാവും. മൈസൂർ വാഴയ്ക്ക് അത്രയും കിട്ടും തോന്നില്ല. ആ പഴം നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച എത്ര രൂപയ്ക്ക് കിട്ടും? 40-45 രൂപ, അല്ലേ? ഒരു 20 രൂപയ്ക്ക് കടക്കാരൻ വാങ്ങിച്ച സാധനം അയാൾ 40-45 രൂപയ്ക്ക് വിൽക്കുന്നു. ഇതാണ് മാർക്കറ്റിംഗ് എക്സ്പെൻസ്. അവിടെ 2 തട്ടേ ഉള്ളൂ, മാനുഫാക്ചറും റീറ്റെയിലറും മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ്. അപ്പോൾ ഈ
മാർക്കറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞ ഇതാണ്, രൂപ മനസ്സിലായ ഏകദേശം. അപ്പോൾ ഈ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കൈയാളുന്ന ആളുകളാണ് ഇവിടെ എല്ലാം. അപ്പോൾ ഒരു ബിസിനസ്സുകാരനാവണമെങ്കിൽ, ഒരു എൻ്റർപ്രണർ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, ഈ നെറ്റ്വർക്കിലെ ഒരു അംഗമായി മാറുക. ഈ ശൃംഖലയിലെ അംഗമായി മാറിയാൽ നമുക്കൊരു എൻ്റർപ്രണർ ആവാം, ബിസിനസ്സുകാരനാവാം, അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒന്നുമില്ല മാനുഫാക്ചർ ആവുക. ഇൻവെസ്റ്റ്മെൻറ്റ് ലക്ഷങ്ങളും വലിയ ലക്ഷങ്ങളും കോടികളും വരും വലിയ കമ്പനിയാണെങ്കിൽ. അല്ലെങ്കിൽ CNF ഏജൻസി, സ്റ്റോക്കിസ്റ്റൊക്കെ അത് ലക്ഷങ്ങൾ മാത്രം പോരാ, അനുഭവം എക്സ്പീരിയൻസ് വേണം, നേരിട്ട് തുടങ്ങാവുന്നതല്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ശരാശരിക്കാരൻ ആദ്യമായിട്ടൊരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്. എത്ര രൂപ വരും ഏകദേശം? ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 10-20 ലക്ഷം ഇല്ലാതെ ആലോചിച്ചിട്ട് കാര്യമില്ല. നാട്ടിൻപുറത്തെ കടകളാണെങ്കിൽ ഒരു 15 ലക്ഷം, 5 ലക്ഷം മുതൽ 10 ലക്ഷം എന്തായാലും വേണം. എന്നാലേ നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മളെ കൊണ്ട് നടക്കില്ല. നടത്തിയ ആൾക്കാരുടെ അനുഭവം നമുക്ക് വ്യത്യസ്തമാണ്. നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളുടെ അങ്ങാടിയിൽ നിങ്ങളുടെ പരിചയമുള്ള റൂം എടുക്കുക. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങളുടെ ടൗണിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ബിൽഡിങ്ങിൽ പരിചയമുള്ള റൂം എടുത്തോളൂ. ആ റൂമിൽ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് എത്ര കച്ചവടങ്ങൾ നടന്നു ആലോചിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ കാണുന്നൊരു ബേക്കറി ആയിരിക്കും, 6 മാസം മുമ്പ് ഒരു മെഡിക്കൽ ഷോപ്പായിരിക്കും, അതിന് 6 മാസം മുമ്പ് ചിലപ്പോൾ ഒരു ഫാൻസി ഷോപ്പായിരിക്കും, അല്ലേ? നിങ്ങളൊന്ന് വെറുതെ നോക്കിയാൽ എത്ര ബിൽഡിങ്ങൾ എത്ര ഭംഗിയായിട്ട് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലത്തൊരു കണ്ടാൽ മനസ്സിലാവും ആ റൂമിൽ ഒരു ബേക്കറി തുടങ്ങാനുള്ള കപ്പാസിറ്റിയുള്ള സ്ഥലമല്ലത്. ഒരു ഒറ്റപ്പെട്ട ബിൽഡിങ്ങിൽ എത്ര ആഴ്ചകളെടുത്ത് അവിടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തത്. ഷട്ടറൊക്കെ മറച്ചിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തപ്പോൾ എന്താ സാധനം വരുന്നതെന്ന് മനസ്സിലായില്ല. ഉദ്ഘാടനം എപ്പോഴാണ് ഇത് ബേക്കറിയാന്ന് മനസ്സിലായത്. അത്ര ഭംഗിയായിട്ട് എനിക്കൊന്ന് ഒരു 3-4 ലക്ഷത്തിൽ ഇൻറ്റീരിയർ മുടക്കിയിട്ടുണ്ടാവും. 6 മാസത്തിനപ്പുറം വർക്ക് ചെയ്തില്ല. അതിനകത്ത് ഇപ്പോൾ ചായക്കടയാണ്. ആ ഇൻറ്റീരിയർ വെച്ചുകൊണ്ട് ചായക്കട നടത്തുക. ചായക്ക സൗകര്യമായി, അയാൾ മേശ പിടിച്ചിട്ടാൽ മതി. അതിൽ 10 ലക്ഷം കച്ചവടമുണ്ട്. നാട്ടിലെ പൂള, മീൻകറി, നാടൻ ചോറൊക്കെ ആയിട്ട് ആ കച്ചവടം കച്ചവടമുണ്ട്. ലക്ഷങ്ങൾ മുടക്കി എത്ര ലക്ഷങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് സാധാരണ ഒരു റിട്ടേലേ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ സാധാരണക്കാരൻ ആലോചിക്കുന്നത് നമുക്കൊരു കച്ചവടം വേണ്ട, നമ്മൾ അതിനകത്തൊരു ജോലി കിട്ടിയാൽ മതിയായിരിക്കും. 5-10 റുപ്യ റിസ്ക് ഒന്നുമില്ലല്ലോ, അല്ലേ? നമ്മൾ ജോലി ചെയ്താലും കുഴപ്പമില്ലല്ലോ. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും പൊന്തുമില്ല, ഒരിക്കലും വളരില്ല, മാറ്റം വരില്ല. ഇതാണ് ട്രഡീഷണൽ ബിസിനസ് നെറ്റ്വർക്ക്. നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. സാധാരണക്കാരന് ഇവിടെ ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ കാശ് മുടക്കണം. കാശ് മുടക്കിയാൽ മാത്രം പോരാ, റിസ്ക് എടുക്കാൻ തയ്യാറാവണം. അവിടെ നമ്മൾ ഒറ്റയ്ക്കാണ്, സഹായിക്കാൻ ആരുമില്ല, നമുക്ക് അറിയാത്ത മേഖലയാണ്, കൈകൊള്ളാൻ സാധ്യത കൂടുതലാണ്. ഏതൊരു ബിസിനസ് ആണെങ്കിലും ഒരു ബ്രേക്ക് ഈവൺ പീരീഡ്, ഒരു 5 വർഷമെങ്കിലും നമ്മൾ അതിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അത് പ്രോഫിറ്റബിൾ ആവുമെന്ന് പോലും പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുന്നത് ഒരു 5 വർഷമെങ്കിലും സസ്റ്റെയിൻ ചെയ്താലേ പ്രോഫിറ്റബിൾ ആവുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ശരാശരിക്കാരൻ ഒരു ബിസിനസ് തുടങ്ങിയാൽ അവൻ 5 വർഷം അത് നിർത്താൻ പറ്റില്ല. നഷ്ടത്തിലായിട്ട് 5 വർഷം കൊണ്ടു നടക്കാൻ കഴിയില്ല. അത് ഇവിടെയും ആപ്ലിക്കബിൾ. എന്നിപ്പം നമ്മൾ ശ്യാമകോട് സാർ പറഞ്ഞ കണക്കെന്താ? 5 വർഷം, അല്ലേ? 5 വർഷം. പക്ഷേ ഈ 5 വർഷം വേണ്ട ആർസിമിൽ. 5 വർഷത്തേക്കാൾ മുമ്പ് പ്രോഫിറ്റബിൾ ആവും. ഇതാണ് ട്രഡീഷണൽ ബിസിനസ്. ഞാനിത് വിശദമായിട്ട് പറയാൻ കാരണം ഇത് നമുക്കൊന്ന് ശരിക്കും മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് ആൾക്ക് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഡീപ്പായിട്ട് പറയുന്നത്. ഇനി ഇതിന് പാരലായിട്ടുള്ള സംവിധാനമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഡയറക്റ്റ് സെല്ലിംഗിൽ ഒരു കമ്പനിയുണ്ട്. ഈ കമ്പനിയുടെ ലക്ഷ്യം എന്താണ്? അവരുടെ പ്രോഡക്റ്റ് ഈ ഉപഭോക്താവിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക. അതിനാണ് ഈ നെറ്റ്വർക്ക് വഴി ഉണ്ടാക്കിയെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗിൽ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ലക്ഷ്യവും ഉപഭോക്താവിലേക്ക് സാധനം എത്തിക്കലാണ്. ഒറ്റ വ്യത്യാസം മാത്രം, ഈ കമ്പനികൾ ഇത്രയും ശൃംഖല സൃഷ്ടിച്ചു, പരസ്യത്തിൻ്റെ സഹായത്തോടെ മാർക്കറ്റ് ചെയ്തപ്പം ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇത് മുഴുവൻ ഒഴിവാക്കി കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നം ഡയറക്റ്റായിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചു. ഇടത്തട്ടുകാരുമില്ല, പരസ്യവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ 2 സംശയങ്ങൾ അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. എന്താ ചോദ്യങ്ങൾ? ഒന്ന്, എവിടെയോ ഉണ്ടാക്കിയ പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സോപ്പ്, ആ സോപ്പിൻ്റെ മാനുഫാക്ചർ അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് എവിടെയോ ആയിരിക്കും, അല്ലേ? നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തൊന്നും ആയിരിക്കില്ല. കേരളത്തിനകത്തോ പുറത്തോ അല്ലെങ്കിൽ കുറച്ച് ദൂരത്തോ ഒക്കെ കൽക്കട്ടയിലോ ബോംബെയിലോ ഡൽഹിയിലോ കോയമ്പത്തൂരോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഈ ഒരു ഷോപ്പ് വരെ എത്തണമെങ്കിൽ ഈ ശൃംഖല ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇനി ഒരുപാട് സോപ്പുകൾ മാർക്കറ്റിലുള്ള സ്ഥിതിക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാതെ എങ്ങനെ ആൾ ഇവിടുന്ന് വാങ്ങിക്കും? ഈ 2 പണി ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് മൂവ് ചെയ്യില്ല. ഈ 2 പണി ആര് ചെയ്യും? ഈ 2 പണി ചെയ്യാനാണ് ഈ 60% കാശ് കൊടുക്കുന്നത്. ഇവിടെ ഈ 2 പണി ആര് ചെയ്യും? അവിടെയാണ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ ഈ 2 പണിയും ചെയ്യാനാണ് ഈ കാശ് കിട്ടുന്നത്. അതിന് ലക്ഷങ്ങൾ മുടക്കണമെങ്കിൽ ഇവിടെ ഈ പണി ആരെ ഏൽപ്പിച്ചെന്ന് അറിയോ? ഇതിൻ്റെ ഉപഭോക്താക്കളെ ഏൽപ്പിച്ചു. കമ്പനി ഉൽപ്പന്നം ഡയറക്റ്റായിട്ട് ഉപഭോക്താവിലെ എത്തിക്കും. ഉപഭോക്താവ് അത് വാങ്ങിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളാണ് മാർക്കറ്റ് ചെയ്യുന്നത്, നമ്മളാണ് ഇതിൻ്റെ ഇഷ്ടം പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇവിടെ കൊടുക്കുന്ന ഈ കാശ് ഇവിടെ കിട്ടും വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെൻറ്റ്.